അമ്മ മടിയിൽ. മാദ്രെ, യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഒക്ടോബർ 1 മുതൽ 31 വരെ പരിശുദ്ധ അമ്മയോട്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഒക്ടോബർ 22. ഒരിക്കൽ കേരളത്തിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തിൻ്റെ മുൻവശത്തുള്ള ചാപ്പലിൽ അമലോത്ഭ മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ 1-2 ചെറുപ്പക്കാർ, വിശ്വാസമില്ലാത്തവർ, മദ്യപാനം കഴിഞ്ഞിട്ട് അതിലെ വരുമ്പോൾ അവരിൽ ഒരാൾ വളരെ ഹീനമായ വിധത്തിൽ പരിശുദ്ധ കന്യകയുടെ രൂപത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു. അവൾ നൃത്തം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ അനാവശ്യമായ വാക്കുകൾ കൊണ്ട് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തെ നോക്കി മോശമായി അവർ സംസാരിച്ചു, പരിഹസിച്ചു. അങ്ങനെ അവർ മദ്യത്തിൻ്റെ ഉന്മാദ ലഹരിയിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇടയ്ക്ക് വെച്ച് അതിലൊരുവൻ സർപ്പദർശനമേറ്റു. അയാളെ വിഷവൈദ്യൻ്റെ അടുത്ത് കൊണ്ടുചെന്നപ്പോൾ വിഷവൈദ്യൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: വിഷം ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ സാധ്യമല്ല, ദൈവകോപമാണ്, അതിന് പരിഹാരം അർപ്പിക്കണമെന്ന് വൈദ്യൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ആ മനുഷ്യനും അയാളുടെ കുടുംബാംഗങ്ങളും ദേവാലയത്തിൽ വന്ന് പ്രത്യേകം പ്രാർത്ഥനകൾ അർപ്പിച്ചു മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അവിടുത്തെ ദിവ്യസുതനോടുകൂടി ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ അവിടുന്ന് നിസ്തുലമായ പങ്കുവഹിച്ചുവല്ലോ. ഇനിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷണീയ കർമ്മത്തിൽ അവിടുന്ന് സഹകരിക്കുന്നുണ്ട്. ദിവ്യനാഥേ, ഞങ്ങളെല്ലാവരും സ്വർഗീയ സൗഭാഗ്യത്തിൽ വന്നു ചേരുന്നതുവരെ ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.